ബസ് എങ്ങോട്ട് പോണേ? പുഷ്പഗിരി പോണ. നമ്മളോടേക്ക് ഇപ്പം എല്ലാവർക്കും അപ്പൊ ഇന്ന് നമ്മുടെ പോവാണ്. നമ്മള് കൊറേ എന്നും പറയും വീഡിയോ എടുക്കും. സമയമില്ല. നമ്മള് ഒരു മാസങ്ങൾക്ക് ശേഷം വീണ്ടും ചെറിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇന്നത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ തേക്കടിയിലോട്ടാണ്. അല്ല, ഇപ്പം തേക്കടി വീട്ടിൽ നിന്ന് രാവിലെ നമ്മൾ ഒരു 3:30 മണിക്ക് കാർ സ്റ്റാർട്ട് ചെയ്ത് 130 കിലോമീറ്റർ വണ്ടി ഓടി നമ്മൾ വണ്ടി ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് തേക്കടി എത്തിയിട്ടില്ല. താഴെ നമ്മളൊരു പൈനാപ്പിൾ തോട്ടം കണ്ടോ. അങ്ങനെ ജസ്റ്റ് ഒന്ന് കാലൊന്ന് ഫ്രീ ആകാൻ വേണ്ടി ഇറങ്ങി. കാലും കഴിക്കൊന്ന് മരവിച്ച് വേണ്ട. അനൂപുണ്ട്, നമ്മളെ ബാസിക്കുട്ടി. അപ്പോൾ നമ്മൾ നെക്സോണിലാണ് വന്നിരിക്കുന്നത്. ടാറ്റ നെക്സോൺ. രക്ഷ ആൻഡ് രേവതി. അടിപൊളി കോടയുണ്ട്. അപ്പോൾ അങ്ങോട്ടുള്ള കാഴ്ചകളെ കാണാം. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മളെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മളിങ്ങനെ വരുന്ന വഴിക്ക് ഹസ് ഇതാ ഒരു സ്ഥലം കണ്ട് അങ്ങനെ നിർത്തിയതാണ്. ഇവിടെ ആടുമേടികളെ കൊണ്ടുവന്ന് ലേലത്തിൽ വിൽക്കുന്ന സ്ഥലമാണല്ലേ. നോക്കടാ, എല്ലാം പശു ഉണ്ടെന്നല്ലേ. പശു, കാള, എരുമ എല്ലാവരും ഉണ്ട്. നമ്മൾ കണ്ട കുരങ്ങളുണ്ട്. ആകെ കണ്ടത് കുരങ്ങൾ. കൊടികുത്തി അങ്ങനെ ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടോ. അവർ കൃഷി ചെയ്യാൻ വേണ്ടി വെട്ടി റേക്കിട്ടേക്കാര്. വാച്ചിക്കുട്ടി ഉറങ്ങിയിരുന്നു കേട്ടോ. ഇപ്പം എണീറ്റേ ഉള്ളൂ. നമ്മളെ പശുവിനെ കണ്ടപ്പോൾ ആളിന് സന്തോഷം. എന്നൊക്കെ വാച്ചിക്കുട്ടി കൊണ്ട് നോക്ക്. ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് പോവാം. തേക്കടിക്ക് ഇനി ഇവിടുന്ന് 55 കിലോമീറ്റർ ഉണ്ടോ ചോദ്യം കേട്ടു. വിശപ്പിൻ്റെ വിളി കേട്ടു. അങ്ങനെ വഴി ചവിട്ടി നിർത്തിയിരിക്കുകയാണ്. വാ, പിന്നെ ആഹാരം കണ്ടവരൊന്നും കണ്ടു നോക്കില്ല. മുട്ട റോസ്റ്റ്, ഇടിയപ്പം, കടലക്കറി, മുട്ടക്കറി. പക്ഷേ വാസുകി. അപ്പൊ നമ്മൾ കഴിക്കട്ടെ. ആരും മൈൻഡ് ചെയ്യുന്നില്ലേ എന്തൊരാൾക്കാരാണോ. നല്ല വ്യൂ ആണ്. മൗണ്ടൻ വ്യൂ. ഇവിടുത്തെ പടിയിൽ കണ്ടോ വാസുക്കുട്ടാ? പടി കണ്ടോ? മരത്തടി വെട്ടി പടിയാക്കി വെച്ചേക്കുന്നത്. കൊള്ളാമല്ലേ? കേരള വനം വന്യജീവി വകുപ്പ്, പെരിയാർ. നമ്മളെ വിട്ടിട്ട് പോയ ബ്രിട്ടീഷുകാർ പണ്ട് നട്ട് വളർത്തിയ പൈൻ മരങ്ങളാണ് കേട്ടോ കാണുന്നത്. നിറയെ ഉണ്ട്. ഇവിടെ കയറാൻ ഒരാൾക്ക് 30 രൂപ പാസ്. ഒരാൾക്ക് 30, കൊച്ചുങ്ങൾക്ക് 15. വാസുവിക്ക് ഫ്രീ, ലക്ഷ്യക്ക് ഫ്രീ. കയറുന്നില്ലടേ. കയറാൻ പറ്റില്ല നിങ്ങൾക്ക്? കാടല്ല മോനെ, പൈൻ മരങ്ങൾക്ക് ഇടയിലൂടെ നമ്മൾ ചുറ്റി നടന്ന് ഈ മല കയറി ഇവിടെ എത്തി എന്ന് പറ. അല്ല, സൂപ്പർ വെയിൽ കേട്ടാ. അടിപൊളി വെയിൽ. ഇപ്പോൾ ആ മരങ്ങൾക്കിടയിലെ എങ്ങനെ നടന്നത് എന്ത് തോന്നുന്നു? ഫീലിംഗ് ആയിപ്പോ തോന്നുന്നു. അതാണ് ഫീലിംഗ്. പ്രഷർ എടുത്ത് നമ്മളെ നമ്മളിത് കാണാൻ താമസിച്ചു. പക്ഷെ രാവിലെ ഇറങ്ങിയത് കൊണ്ട് കുറച്ച് നല്ല കാഴ്ചകൾ കാണാൻ പറ്റി. നല്ല കോടമഞ്ഞിൽ താഴ്വരയിൽ. എന്ത് ശരണം വിളിക്കുന്നത്? എന്ത് സംഭവം? കിടന്നൊക്കെ വീഴുന്നു, നടുപിടിച്ച് വീണ്. അത് കയറി പിടിച്ച് ഇറങ്ങും നിങ്ങൾ. എന്തിട്ടാണ്? എല്ലാവരും റൂമിലെത്തിയിരിക്കുകയാണ്. റൂം നമ്പർ 109, 110 റൂമിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ റൂം എടുക്കാൻ സഹായിച്ചത് നമ്മുടെ സ്വന്തം അളിയനായ വിഷ്ണുവാണ്. എന്തൊരു ചോദിച്ചിരിക്കുന്നത്?
അതാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് കുറേ സമയം കൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എപ്പോഴും തെറ്റ്. അപ്പം അളിയൻ്റെ സുഹൃത്ത് ഇല്ല മാനേജറാണ്, അദ്ദേഹത്തിൻ്റെ കെയർ ഓഫിലാണ് നമ്മളിവിടെ റൂം എടുത്തിരിക്കുന്നത്. അതായത് തേക്കടി ജംഗ്ഷനിൽ തന്നെയാണ്, 3 സ്റ്റാർ ഹോട്ടലാണ്. ഹോട്ടലിൻ്റെ പേര് പറഞ്ഞല്ലോ ജ്യോതി, റാസ ഹോട്ടൽ. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും റൂം താല്പര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. താല്പര്യമുള്ളവർ വിളിക്കുക. നല്ല റൂമാണ്. കോംപ്ലിമെൻ്റ് ആയിട്ട് നമുക്ക് അടുത്തുണ്ടോ എന്തൊക്കെയുണ്ട്, വന്നപ്പോൾ തന്നെ നമുക്ക് മിനറൽ വാട്ടർ, ടൂത്ത് ഷേവിങ് ക്രീം, ബ്രഷ് ഐറ്റംസ്, അങ്ങനെ കുറേ കോംപ്ലിമെൻ്റ് തന്നിട്ടുണ്ട്. വലിയ ലക്ഷറിയിൽ യാത്ര ചെയ്തിട്ട് ആളൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ ഇതല്ലേ ഇതുവരെ പോയ യാത്രയിൽ വെച്ച് അല്ലേ വലിയതെന്ന് പറയാൻ നല്ല റൂം, നല്ല ലക്ഷറി ആയിട്ടുള്ള റൂമാണ്, കൊള്ളാം. റൂമിൻ്റെ റേറ്റൊക്കെ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യൊക്കെ തന്നിട്ടുണ്ട്. റേറ്റൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇനി പുറത്ത് ബോട്ടിംഗ് ഉണ്ട്. ഇവിടെ തന്നെ ഇവരുടെ വകയായിട്ട് വൈകുന്നേരം കളരിപ്പയറ്റും കഥകളി കൊണ്ടെന്ന് പറയുന്നു, അതൊക്കെ ഒന്ന് കാണണം. കുറച്ച് ബോട്ടിംഗ് ഉണ്ട്. ഇനി കമ്പത്ത് പോകണം. കമ്പം തേനി ആ റൂട്ടിൽ നമ്മൾ അയ്യോ ഇവളിടിച്ച് മറിക്കല്ല, എൻ്റെ ക്യാമറയെ മറിച്ച്. അല്ല വാസുകി, കമ്പം തേനിയിൽ നമുക്ക് മുന്തിരിപ്പാടമൊക്കെ കാണണം. അപ്പോൾ അങ്ങനെയാണ് യാത്രകൾ. എൻ്റെ കവിടാ പല്ലെല്ലാം കണ്ട് ആരും സുദ്ധ ഗ്ലാമറടിയാണ്. എനിക്ക് വയ്യ. ദശ എന്നാ ഗ്ലാമറടി, പല്ലടച്ചിരിക്കുന്നത് വസ്തു എന്നാ ഗ്ലാമറടി, ജ്യോതി എന്നാ ഗ്ലാമറടി. അപ്പം നമ്മൾ കാറിവിടെ കളഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒരു ജീപ്പ് എടുത്തിട്ട് മുന്തിരിപ്പാടവും പിന്നെ വെജിറ്റബിൾ ഗാർഡനും അങ്ങനെ എന്തോ വെള്ളച്ചാട്ടമോ എന്താ കാണാൻ വേണ്ടി ഒരു ജീപ്പിൽ പോവാണ്. വീപ്പോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ച് വഴിയെ പറയാം. തമിഴ്നാട്ടിലോട്ട് പോവാണ്. കമ്പം തേനി, കമ്പത്തോട്ട് പോവാം. വാസുകി അറ്റത്തിരിക്കുന്ന വാസുകി ഇപ്പുറത്തിരുത്താം. അമ്മയെടുത്തു. അപ്പോൾ ജീപ്പ് യാത്ര നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. വാസുകേ എനിക്ക് വയ്യ. വാ ഇത് ഹൈറ്റല്ലേ നോക്കിയാണ്. ഇത് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിൽ നിന്നും തമിഴ്നാട്ടിലോട്ട് പോകുന്ന പൈപ്പ് ലൈനാണ് കേട്ടോ. നല്ല ഹൈറ്റിൽ നിന്നാണ് വരുന്നത്. ഈ റോഡ് നമ്മൾ ഇതുവഴി താഴെ ചെല്ലുമല്ലേ. ഓപ്പൺ ജിപ്പായതുകൊണ്ട് കാറ്റൊക്കെ അടിച്ച് കയറാണ്. നമ്മൾ തമിഴ്നാട് തെങ്ങിൻ തോപ്പുകളും വയലുകളും കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ബസ് ഇങ്ങനെയുണ്ട്. നമ്മളടുത്തത് ചെറിയൊരു ഓഫ് റോഡാണ് കേട്ടോ. നമ്മളാ പോകുന്ന വഴി കിട്ടാം. അവിടുത്തെ ഡാമേജ് സ്റ്റോർ ചെയ്ത് അവിടുന്ന് വരുന്ന വെള്ളം. ഇതെന്താ പറയുന്നത് സ്ഥലത്തിന്? കനാൽ വ്യൂ. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല കേട്ടോ സംഭവം. നല്ല ആള് എത്തു. നല്ല ഫോഴ്സൊക്കെയാണ്. വീണാ തീർന്നു കേട്ടാ. പാറ അടിക്കൂടെ പോകാനുള്ള വെള്ളം. ബസ് ഈ മരം നോക്കിയാണ് മക്കളെ വേദന കൊള്ളാല്ലേ. ഇത് കൊള്ളാൻ കേട്ടല്ലേ. ഇങ്ങനെയുണ്ട്. സ്വന്തം കാറിൽ വരാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. ചെറിയൊരു ഓഫ് റോഡാണ്. നമ്മൾ ആ ജീപ്പിലാണ് വന്നത് കേട്ടോ. ജോലി വരുന്നില്ല, ആളിന് പേടി. അവിടെ നിൽക്കുകയാണ് കേട്ടോ ജീപ്പിനടുത്ത്. നമ്മൾ സംഭവം കൊള്ളാം. ഇറങ്ങാൻ പറ്റുമെന്ന് വിചാരിച്ച്. അപ്പോൾ നല്ല ഫോഴ്സുണ്ട്. വെള്ളം പറ്റുമ്പോൾ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ അവിടെ ഇത് വീണ് കഴിഞ്ഞാൽ ആൾ തീരും സ്പോട്ടിൽ. കാര്യം അതിന് അടി പാറ ഇടയിൽ കൂടെയാണ് താഴെ വെള്ളം അപ്പുറത്ത് പോകുന്നത്. മുന്തിരിപ്പാടത്തെത്തിയിരിക്കുകയാണ്. മുന്തിരിത്തോട്ടം, മുന്തിരിപ്പാടം. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് മുന്തിരിപ്പാടത്ത് വരുന്നത് അല്ലേ ജ്യോതി? മുന്തിരിപ്പാടത്ത്
അത് നമ്മളൊരു വീട്ടില് രണ്ട് കൊല പിടിച്ച്. ഇതിന് 4 ഏക്കർ ഉണ്ടല്ലേ ഏടാ? അത് 4 ഏക്കർ. ഇവിടെ എന്ത് വായ്പല്ല റീൽസ് നോട്ട് അല്ലേ? ഒരുപാടല്ലോ വാസു. നമുക്കവിടെ ആവശ്യത്തിന് മുറിച്ച് തരുന്ന പറയുന്നത്. മുന്തിരി അടിച്ചു മാറ്റി തിന്നുന്നു. ബസ് പറിക്കില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പത്തുള്ള മുന്തിരിപ്പാടം. അപ്പോൾ ഇവിടെ വരണമെങ്കിൽ തേക്കടി വന്നു കഴിഞ്ഞാൽ അവരുടെ ജീപ്പിൽ വരുന്നതായിരിക്കും കുറച്ച് നല്ലത്. കാര്യം നമ്മുടെ സ്വന്തം കാറിൽ വരുമ്പോൾ റോഡൊക്കെ വളരെ കുറച്ച് മോശമാണ്. ഇപ്പോൾ നമുക്ക് 1400 അനുഭവം മേടിച്ചത്. 1400 രൂപയാണ് അവർ ചാർജ് ഈടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു 3-4 സ്ഥലങ്ങളിൽ കൊണ്ട് കാണിക്കും. മറ്റേ പൈപ്പ് ലൈൻ, വെള്ളം പോകുന്ന നമ്മളൊരു ചെക്ക് ഡാം, മുന്തിരിപ്പാടം, ഇനി ഏതൊരു കൃഷിത്തോട്ടം ഉണ്ടെന്ന് പറഞ്ഞു, പച്ചക്കറിത്തോട്ടം, അവിടെയും പോകുന്നുണ്ട്. അങ്ങനെ 4-5 സ്ഥലത്ത് കൊണ്ട് കാണിച്ചിട്ട് തിരിച്ച് നമ്മളെ തേക്കടിയിൽ എത്തിക്കുന്നതാണ്. അതായത് മൊത്തം 4 ഏക്കറാണ്. ഇപ്പോൾ ഈ സെക്ഷനിൽ 4 മാസം കൂടുമ്പോൾ ഇത് കട്ട് ചെയ്യും. തൊട്ടപ്പുറത്ത് കൊണ്ട് അവിടെ അടുത്ത് കിളുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് വെളുത്ത് ഭാഗമാണില്ല, അവിടെ കുറച്ച് അടുത്ത് 4 മാസം കഴിയുമ്പോൾ അവിടെ മുന്തിരി റെഡിയാവും. ഏത് സമയത്ത് നല്ല മുന്തിരി കിട്ടും. ഇത് ഫ്രാഷൻ ഫുഡിൻ്റെ തോട്ടമാണോ വാസു? അല്ല, പുളി പറിക്കുന്നത് പുളി ജമന്തി പാടമാണ്. അങ്ങനെ ഇപ്പോൾ നമ്മളൊരു ഉൾ റോഡ് കയറിയിട്ടാണ് ഇതെല്ലാം കാണുന്നത്. കൃഷിയിടങ്ങളിൽ നമ്മൾ സ്വന്തം വണ്ടി ഒന്നും ചിലപ്പോൾ നടക്കുമെന്ന് അറിയില്ല കേട്ടോ. അത് നമുക്ക് വഴി അറിയില്ലല്ലോ. ഇതാണ് നീലക്കുരുവി. ഇതിന്റെ സയന്റിഫിക്കൽ നെയിം ബ്ലംബാഹോ റോസിയ എന്ന് പറയും. ഇതിന്റെ ലീഫ് റൂട്ട് ഇതിന്റെ കൂടെ നമ്മൾ കടവേന്ന് വെരിക്കോസ് വെയിൻ കിട്ടുന്നുണ്ടോ? ഏലക്ക മൂട്ടി പിടിച്ചിരിക്കുന്നുണ്ടോ? ചൂട്ടിലാണ് പിടിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ജ്യോതി ആദ്യമായിട്ടാണ് കാണുന്നത്. അതെ, നിറയുണ്ട്. ഇവിടെ ഇപ്പം പറഞ്ഞ ആയുർവേദ പ്രൊഡക്റ്റ് എല്ലാം ഇവിടെ ഉണ്ട്. എല്ലാ മെഡിസിനും ഉണ്ട്. മെമ്മറി കുറച്ച് കൂടുതലാണ് അത്. ഹൈപ്പർ ആക്ടിവിറ്റി ആണ് ഇപ്പോൾ ഇവർ. കയറാൻ 500 രൂപ. ബസ് കയറുന്ന സുഖം ഇരിക്കുകയാണ് ഇങ്ങനെ മെത്തേക്കിട്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മളിങ്ങനെ ആനപ്പുറത്ത് പോയാണ്. വാസുകി ഉണ്ട്, ബസ് ഉണ്ട്. ബസ് നോക്കണം. അനൂപ് ആനപ്പുറത്ത് നിന്ന് ഫോട്ടോ എടുത്ത് തരുന്നുണ്ട്. പുറകിൽ വേറെ ആനകൾ നിറയെ വരുന്നുണ്ട്. മൊത്തം 10-15 ആനയുണ്ട് കേട്ടോ. അതിങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടിന്യൂസ് ആയിട്ട്. ഒരാൾക്ക് 500 രൂപ അല്ലേ ബസ്? ബസ്സുവിന് ഫ്രീ, രക്ഷയ്ക്ക് ഫ്രീ, വാസുവിക്കും ഫ്രീ. ബസ്സിൻ്റെ പേര് പറഞ്ഞ് പറ്റിച്ച്, വയസ്സ് പറഞ്ഞ് പറ്റിച്ച്. ആരറിയണ്ട, അത്രേ ഉള്ളൂ. വാസുകി ഇങ്ങനെയുണ്ട്, കൊള്ളാമോ? എവിടെ പോണ്? ഞാൻ മേടിച്ച് ഇവള് കരയുമെന്ന്. ഇവൾക്ക് കുഴപ്പമൊന്നുമില്ല, ഇവള് കൂളായിട്ടിരിക്കുന്നത് അല്ലേ മോളെ? സന്തോഷമായ ഈ സംഭവം ഈ കാണുന്നതൊക്കെ ഏലക്കയാണ്. ഏലക്ക കൃഷി എല്ലാം ഉണ്ട് ഇതിനകത്ത്. ഏലക്കൃഷികളും റംബൂട്ടാൻ, വാഴ, അങ്ങനെ ഒരു തോട്ടമാണ്. അതിനകത്തുകൂടെയാണ് നമ്മൾ ആനയുടെ കൂടെ പുറത്തിരുന്ന് പോകുന്നത്. എല്ലാവരും ഒരുമിച്ച് മതി, കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ എലിഫന്റ് സവാരിയെ കഴിഞ്ഞ് ബോട്ടിങ്ങിന് ചെന്നപ്പോഴാണ് 3 മണി കഴിഞ്ഞ്. അപ്പോൾ ബോട്ടിങ്ങിൻ്റെ സമയം കഴിഞ്ഞു. നാളെ രാവിലത്തേക്ക് ബോട്ടിങ് മാറ്റിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഊണൊക്കെ കഴിച്ച് റൂമിൽ വന്ന് അസുഖി ആനപ്പുറത്ത് കയറിയാ. രണ്ടുപേരും കൂടെ ഉറങ്ങാനുള്ള പരിപാടിയാണ്. നാളെ രാവിലെ ബോട്ടിങ് കഴിഞ്ഞ് മൂന്നാറിൽ പോവും. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിരിക്കും അടുത്തത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ രണ്ടുകൂടെ കുത്തി മറിയാണ്. അപ്പോൾ ബസ്സു ഉറങ്ങിക്കോ. ഡേ കട മൂടിക്കട എൻ്റെ മൂടിക്കട. മൂടിക്കട. അപ്പം ബൈ ടാറ്റ പറ. ബൈ ടാറ്റ.